കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിലുള്ള പൂക്കളാണ്. ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലേ, ഇപ്പോഴും ആ പൂവൊന്നും വാടിയിട്ടില്ല. നമ്മുടെ റോസൊക്കെ ആണെങ്കിൽ ഒരാഴ്ച ആയാലും ഉണ്ടാവും, പോയാലും അതിൽ കൂടുതലുണ്ടാവില്ല. ഇതിൽ കാണുന്നില്ല, ഇപ്പോഴും പൂവാണ്. പിന്നെ ഇത് എൻ്റെ ഷെഡിലുള്ളതാണ്. ഇത് ചെറിയ ഞാൻ പറഞ്ഞത് നമുക്ക് ഫിഷറീസിൻ്റെ വകയിൽ കിട്ടിയതാണ് ഈ ഒരു ഷെഡ്, ഓർക്കിഡെല്ലാം വളർത്താനും എല്ലാം വേണ്ടി. ഇതിലുള്ള പൂക്കൾ വേണ്ട ഇപ്പം കുറച്ച് കുറവാണെന്ന് തന്നെ പറയാം. പൂവെല്ലാം കണ്ടല്ലേ, നല്ല. ഇതിൻ്റെ പേരെനിക്കറിയില്ല. എല്ലാവരും വന്നാൽ ഇതിൻ്റെ തൈകളുണ്ടോയെന്ന് ചോദിച്ചു, പക്ഷേ എനിക്ക് ഇതിൻ്റെ തൈ കിട്ടാറില്ല. ഒരു തൈ കിട്ടിയതാണ്, അത് ഞാൻ ഒരാൾ വന്നപ്പോൾ അത് സെയിലായി. ഇതുപോലെ ആർക്കെങ്കിലും പ്ലാന്റിന് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊറിയർ അയച്ചു തരുന്നത്. നല്ല ഭംഗിയില്ലേ. ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്, പൂക്കളിൽ. ഇത് ഒരു ആൻറ്റിലോപ്പ് പോലത്തെ ഒരു മിനിയേച്ചറാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ വീഡിയോ എടുക്കലുള്ള കഷ്ടം തന്നെ, എന്നാലും എനിക്കറിയുന്ന പോലെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് സീഡ്ലിങ്സ് എല്ലാം ഞാൻ ഇറക്കിയതേനു സെയിൽ ചെയ്യാം. അതൊരു വിധമെല്ലാം തീർന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇതെല്ലാം ഇനിയിപ്പോൾ ആരും എങ്ങനെ വേണമെങ്കിൽ 10 പ്ലാന്റെല്ലാം എടുക്കുന്നതാണെങ്കിൽ 100 രൂപ തോതിൽ ഞാനിത് സെയിൽ ചെയ്യും. അത് കൊറിയർ അയക്കുന്നതാണെങ്കിൽ ആ കൊറിയർ ചാർജും കൂടി തരേണ്ടി വരും. അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇത് ഞാൻ ശരിക്കും എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാണ് ചെടി വളർത്താൻ തുടങ്ങിയപ്പോൾ പിന്നെ കുറേ ആയി ആൾക്കാർ വന്നാൽ ചോദിക്കും കഷ്ണം കമ്പ് തരുമെന്നല്ലോ. അങ്ങനെ കമ്പ് കൊടുക്കാൻ പറ്റൂ? നമ്മൾ നല്ല വിലക്കാണ്. ഞാനന്നേരം ചെറിയ തൈകളൊന്നും ആയിട്ടൊന്നുമല്ല വാങ്ങൽ. ഞാൻ ഇന്നേരം പൂ വിരിഞ്ഞ വലിയ പ്ലാന്റ് നോക്കിയിട്ടാണ് വാങ്ങുക. അപ്പോൾ പിന്നെ നമുക്ക് അറിയാലോ അതുതന്നെയാണ് ചെടിയെന്ന്. അങ്ങനെ ഇപ്പോൾ അതിനെക്കുറിച്ച് നല്ല അറിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ അധികം ഇപ്പോൾ ചെറിയ തൈകളായാലും ടാഗ് ഉള്ളത് നോക്കിയിട്ട് ഞാൻ വാങ്ങും. അതാകുമ്പം ഈ പൂവിൻ്റെ ഐഡിയയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ച മിനിയേച്ചർ ചെടിയില്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പ് കാണുമ്പോൾ ഏകദേശം സെയിമാണെന്ന് തോന്നുന്നു, പക്ഷെ അങ്ങനെയല്ല. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ഹൈറ്റ് വരുന്ന ചെടിയാണ്. ഞാൻ മിനിയേച്ചർ എന്ന് പറയുന്നത് ചെടി വലിയ ഹൈറ്റും വയ്ക്കില്ല. ഇതാണ്. ഇനി ഇപ്പം ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തും കുറേ ചെടിയായപ്പോൾ എല്ലാവരും ചോദിച്ചാലെല്ലാം സെയിൽ തുടങ്ങും, പീസ് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കി വെച്ച തൈകളെല്ലാമാണെങ്കിൽ 70 റുപ്യ 80 രൂപയ്ക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 50 രൂപയ്ക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 100 രൂപ എന്ന് പറയുന്നത് ഞാൻ പുറത്തുനിന്ന് എടുത്ത ഡെൻഡ്രോബിയ ഓർക്കിഡ്സിൻ്റെ തൈകളാണ്. അത് ഞാൻ 10 എണ്ണം വെച്ച് വാങ്ങുന്നതാണെങ്കിൽ ആ 100 രൂപയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ആ 130 രൂപയാണ് ഒരു തൈക്ക്. എനിക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് ഇന്ന കളറാണ് പൂക്കളുള്ള ഇതിൻ്റെ തൈകളാണെന്നൊന്നും പറഞ്ഞ് കാണിക്കാൻ എനിക്കറിയില്ല. അതാണ് പ്രശ്നം. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ തന്നാൽ അതിൽ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണട്ടെ.